ഞങ്ങളെല്ലാരും റെഡി ആയിട്ടുണ്ട്. റെഡിയായി. നമ്മളെങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നത്? ഷാപ്പിലേക്കല്ലേ? ദിഷാപ്പ് റെസ്റ്റോറൻറ്റ്, കോഴിക്കോടുള്ള ദിഷാപ്പ് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അടിപൊളി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ നമ്മൾ കുറെ എല്ലാവരും കൂടെ വ്ലോഗാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ നമുക്ക് ചിപ്പിയും നീനും ആണോ സ്കൂട്ടറിലാണ്? ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടിയിൽ. ചിപ്പി നീനും സ്കൂട്ടിയിലാണ് പോകുന്നത്. നമ്മൾ കാറിനാണ് പോകുന്നത്. ചോദിച്ചു പോവാം. പോവല്ലൊരു ഫോട്ടോ എടുക്കാം. ഞങ്ങള് ഫോട്ടോ എടുക്കാം. ശരി. അബി ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ ക്യാമറയും കൊണ്ട് വരാന്നാണ്. ഇപ്പൊ ക്യാമറമാൻ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അബിയാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞങ്ങള് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ദിഷാപ്പ് റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ആക്ച്വലി കോഴിക്കോട് ഇവർക്ക് 2 ഔട്ട്ലെറ്റ് ആണുള്ളത്. ഒന്ന് വരുന്നത് എവിടെയാണ്? ബീച്ച് റോഡിന്റെ സൗത്ത് ബീച്ചിന്റെ അടുത്തായിട്ട്. റൈറ്റ് അല്ലേ നമുക്ക്? സൗത്ത് ബീച്ചിന്റെ അടുത്തും പിന്നെ ഒന്ന് ഗോകുലം മാൾ എന്ന് പറയുന്ന മാളല്ലേ അത്? അതിന്റെ ടോപ്പ് ഫ്ലോറിൽ എന്തോ ആണ് ഈ റെസ്റ്റോറന്റ് വരുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ പോകാൻ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പോ എന്താ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഭക്ഷണം ഉണ്ടാവും. അതായത് സീ ഫുഡ് ഐറ്റംസ്, പലതരത്തിലുള്ള സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഷാപ്പല്ല ആക്ച്വലി ആ റെസ്റ്റോറൻറ്റിലെ ആംബിയൻസും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ വേറൊരു വ്ളോഗിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഈ വ്ളോഗ് നമ്മൾ ജസ്റ്റ് നമ്മൾ പോകുന്നു, കറങ്ങുന്നു, ചില്ല് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വർത്താനം പറയുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ഇതെന്താ ഫുള്ള് സൈലൻസ് ആണല്ലോ പഠിച്ചത്. ഞാൻ ലൊക്കേഷൻ. ഓ അതെ, അക്ഷയാണ് നമ്മുടെ ലൊക്കേഷൻ. ഈ കാറിലൊരു ഉഷാറ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നീനു എന്നെ വേണം. നീനു ചിപ്പിന്റെ കൂടെ ബൈക്കിൽ കയറിയത് കൊണ്ടാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ചിരിച്ച് നമ്മൾ അവിടെ എത്തുന്നതും ഭക്ഷണം കഴിക്കാൻ എല്ലാത്തിലും ചിരിയായിരിക്കും. അതാണ് നമ്മുടെ നീനൂട്ടിയുടെ ഒരു പ്രത്യേകത. അപ്പൊ എന്ത് ചെയ്യാനാണ് ഗൈസ്, നീനുവിന്റെ കുറവ് നന്നായിട്ടുള്ളത് കൊണ്ട് ഞങ്ങളിപ്പോ ഇവിടെ. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, പ്രീത. അവള് വന്നില്ല, അവള് ട്രിവാൻഡ്രത്താണ്. അപ്പൊ അവള് ടിക്കറ്റ് കിട്ടാത്ത കാരണം അവൾക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ പ്രീത, വി മിസ് യു. നിങ്ങൾക്കൊന്നും മിസ് ചെയ്യുന്നില്ല പ്രീതനെ? പ്രീത നീനും കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ പിന്നെ എന്റെ പൊന്ന് സാറേ എന്താ. നമ്മളിങ്ങനെയൊക്കെ പോവുക തന്നെ. എൻ്റെ സ്കൂളിലൊരു ചെക്കനുണ്ട്, അല്ല വേറൊരു ചെക്കനുണ്ട്, അഭിഷേക് സോണി. എന്നിട്ട് ഞാൻ അലനൊക്കെ അലൻ സോണി, രണ്ട് മിസ്. എൻ്റെ പേര് അലൻ, അവനാണ് സോണി. എന്ന് വെച്ചാൽ അവനെ സോണിനെ വിളിക്കുന്നത്, അഭിഷേക് സോണി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഗോകുലം മാളിലുള്ള ദിഷാപ്പ് റെസ്റ്റോറൻറ്റ്. അടിപൊളി ഫുഡാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു വ്ളോഗിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആ വ്ളോഗ് കാണാൻ ആരും മറക്കണ്ട ദിഷാപ്പ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ നടന്ന് ടയർഡായി, കുറച്ച് ദിവസമായിട്ട് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു മസാജ് വേണമെന്ന് തോന്നിയിട്ട് ആ മാളിലുണ്ടായിരുന്ന മസാജ് ചെയറിൽ പോയിരുന്നു. അത്യാവശ്യം നല്ല സ്ട്രെച്ചിങ്ങും കിട്ടി, നല്ല മസാജും കിട്ടി, ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ മാളിലൊക്കെ പോകുന്നൊരു ഇത് കാണുവാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്തോ, നല്ല റിലാക്സേഷനാണ് കേട്ടോ. എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ മുത്ത്. ഞങ്ങൾ ഒരുമിച്ച് ഷബു എന്ന് വിളിക്കും. ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, കടലുണ്ടി എന്നുള്ള വൈറ്റ് സ്കൂളിൽ. എന്നെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് ഇവിടെ നടത്തു വന്നതാണ്. ഞാൻ എനിക്ക് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കാം, എല്ലാവരും പോകുന്നുണ്ടാകും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും പല വഴിക്ക് പോകണം. ഇവിടെ വന്ന് കൂടിച്ചേർന്ന ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സാണ്. ചിപ്പി അബി പട്ടിവില്ല, അതെ ആ പോകുന്ന രണ്ടെണ്ണം അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചാലും പറയാനൊക്കെ ഉണ്ട്. ഓ നല്ല ഐശ്വര്യം, തുറന്നതും കറണ്ട് പോയി. എന്താ ചെയ്യാ, പറ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പറ, എന്താണ് അവസ്ഥ? എന്താണ് വന്ന് കണ്ട് സന്തോഷം. പിന്നെ ഇതിലല്ലേ നമുക്ക് കയറണ്ടേ? സ്റ്റെപ്പ് കയറണമെന്നൊക്കെ എന്തെങ്കിലും പറ, തുറന്ന്. എനിക്കറിയില്ല എന്താ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ അറിയാത്തവരടുത്ത് നമ്മൾ ഫോൺ കൊണ്ടുപോകുന്നില്ല. എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് വരാം, അതായിരിക്കും പറ്റും. ഓക്കെ ഓക്കെ ഗൈസ്,
അടിപൊളി ഭക്ഷണമായിരുന്നില്ലേ? സൂപ്പർ ആയിരുന്നു. ഷാപ്പിലെ ഭക്ഷണം, ഷാപ്പ് റെസ്റ്റോറന്റിലെ ഭക്ഷണം ഒന്നും പറയാനില്ല. സൂപ്പർ അടിപൊളി. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആണ് ഇടുന്നത്. അപ്പൊ അതിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ വീഡിയോ കാണാൻ മറക്കരുത്. ഇനി ഞങ്ങൾ ഇന്നത്തെ ദിവസം അടുത്തൊരു എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ആദ്യം ബീച്ച് സൈഡിലേക്ക് ഒന്ന് പോകും. ബീച്ചിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് ചുമ്മാ എന്താ അവസ്ഥ എന്നൊക്കെ ഒന്ന് നോക്കും. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അടുത്ത വ്ളോഗൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്. പക്ഷെ എന്നാലും വണ്ടി ഓടിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് വണ്ടി ഓടിച്ച് പോകാൻ പോവാം. ഓക്കെ അല്ലേ? പോലെ ഒന്ന് ഉഷാറായിക്കേ. ഇതേ പറ്റുന്നുള്ളൂ ഗൈസ്. ഓക്കെ ബൈ ഗൈസ്. കോഴിക്കോട് ടൗൺ, കോഴിക്കോട് ബീച്ചിലാണ്. അപ്പം ഞാൻ കുറച്ചു നേരം കാറിൽ റെസ്റ്റ് എടുത്തായിരുന്നു. ഇവര് ഇന്ന് ബീച്ചിലേക്കൊക്കെ പോയി. പിന്നെ റെസ്റ്റ് എടുക്കാണ്ട് പിന്നെ ഇവരപ്പോൾ ബീച്ചിലേക്കൊക്കെ പോയി. നിങ്ങൾ കോഴിക്കോട് ഞാൻ ടൗണിൻ്റെ തിരക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലേക്കുള്ള തിരക്ക്. ഒരു മിനിറ്റ്. ഇതാണ് തിരക്ക്. ഹായ്. അപ്പം നല്ല തിരക്കുണ്ട്, നല്ല ക്രൗഡ് ഉണ്ട്. മാസ്ക് വെക്കണമായിരുന്നോ? കുഴപ്പമില്ല. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ബീച്ചൊക്കെ ഞാൻ വിചാരിച്ചു പ്രശ്നമായതുകൊണ്ട് ആരും ഉണ്ടാവില്ലെന്ന്. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ്. കാണാനുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ. ഗൈസ് ഇവിടെ എന്തോ പാർട്ടി പരിപാടിയാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയാ. ആവണം. കുറെ ആൾക്കാർ. അതാ വേറെന്തോ പരിപാടിയാ തോന്നുന്നു. അങ്ങനെ ബീച്ചിൽ നിന്ന് നടന്നു കഴിഞ്ഞ് ഞങ്ങളൊരു ഷവർമ്മ കഴിക്കാൻ വേണ്ടി കോഴിക്കോടിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഷവർമ്മ കിട്ടുന്ന ഫെയർവെൽസിൽ വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് മീറ്റ് ചെയ്തതാണ് ഫൈസൽ ഖാനെ കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആളാണ് ഫൈസൽ ഖാൻ. അപ്പോൾ ഫൈസൽ ഖാനെ ഈ ഒരു സമയത്ത് എനിക്ക് അവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റിയതിലും കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഫെയർവെൽസിൻ്റെ വ്ളോഗ് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ കാണാൻ മറക്കല്ലേ. ഞങ്ങൾ രാവിലെ 7 മണി 8 മണിയൊന്നല്ല 10 മണിയായിട്ട് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിക്കാട കടയിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. നീനു പോയി, പ്രീതി ചേച്ചിയും പോയി. അപ്പം ഇതാണ് നമ്മുടെ കട. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അതെ, ആക്ച്വലി എല്ലാവരും ടയർഡാണ്. നമ്മുടെ പയ്യനാണ് പണ്ട് മുതലേ. നമ്മുടെയൊക്കെയാണ് ബാക്കിൽ. ഹായ് പറ. ഇതാണ് നമ്മുടെ കട. നമ്മുടെ സ്ഥിരം കടയായിരുന്നു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എ ബ്ലോക്ക് ഇങ്ങനെ അല്ല. സോറി, AD ബ്ലോക്ക് എന്നൊക്കെ. AD ബ്ലോക്ക് ഇത് ഇങ്ങനെ അല്ല. ഇത് മെയിൻ റോഡിലേക്കുള്ള വഴിയാ. ഇതിലാണ് മെയിൻ റോഡ്. നോ എൻട്രി ആണ്. അവിടെ നോ എൻട്രി, ഇതിലല്ല. പക്ഷെ ആ റോഡ് ഓപ്പൺ ആക്കിയിട്ടില്ല. ഡോക്ടർ ട്രിഗുന സെൻ അറിയണ. ഇതെന്നെ സംഭവം എന്താ? പാർക്കോ ഇറങ്ങിയിട്ട് ഗാർഡൻ അല്ല, മറ്റേ ഒരു ഓപ്പൺ തിയേറ്റർ പോലെയൊക്കെ തന്നെ വരുന്നൊരു സംഭവം. അതവിടെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് താഴെ. ഫെൻസ് കിട്ടിയാ? അടിപൊളി, നന്നായി, നല്ലൊരു തീരുമാനമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത അറിയില്ല എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതെ ഓപ്പൺ തിയേറ്റർ പോലെയൊക്കെ. ലൈക്ക് എന്തെങ്കിലും ഗാലറി പോലെയൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് പെടുത്തില്ല. ഇനി നമ്മൾ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് ഒന്ന് പോയാലോ? PT ഉഷ സ്റ്റേഡിയം, ജിമ്മി ജോർജ് സ്റ്റേഡിയം, 2 സ്റ്റേഡിയം ഉണ്ട്. ജിമ്മി ജോർജിനല്ലേ മറ്റേത്? ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം. ആ മറ്റേത് ജിമ്മി ജോർജ് പറഞ്ഞാൽ PT ഉഷ സ്റ്റേഡിയം. ഇതാണ് നമ്മുടെ PT ഉഷ ഇൻഡോർ സ്റ്റേഡിയം. അത് CH മുഹമ്മദ് കോയ സ്റ്റേഡിയം.
അഡ്മിഷന് അവിടെ സെലക്ഷൻ ട്രയൽസ് നടക്കാണ്. എനിക്ക് അഡ്മിഷൻ പണ്ട് കാലത്ത് ഒരു സ്പോട്ട് അഡ്മിഷനാണ് ഞാൻ ഈ സ്റ്റേഡിയം അന്നത്തോടുകൂടി എനിക്ക് മതിയായതാണ്. പക്ഷെ എന്നെ ഉന്തിത്തള്ളി വിട്ട് സ്റ്റേഡിയത്തിന്റെ ബാക്ക് സൈഡാണിത്. സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നതാണ്. നമുക്കിനി നമ്മളെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലേക്ക് പോവാം. ഇത് ഇവിടെ എല്ലാ ഗെയിംസും അത്ലറ്റിക്സും എല്ലാം ചെയ്യാറുണ്ട്. ഇതാ പോകുന്ന പിള്ളേർ ഇപ്പോൾ സെലക്ഷൻ ട്രയൽസിന് വന്നിരിക്കുന്ന പിള്ളേരാണ്. പക്ഷേ ഫോൺ ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ആണ് എന്നുള്ളത് കാര്യം മറക്കരുത്. പിന്നെ പൂളിന്റെ ഇൻചാർജ് ആയിട്ട് നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ രാജാവ് വിഷ്ണു നായനാണ്. തന്റെ ഉള്ളം കയ്യിൽ അമ്മാനെ മാടിയ ഇതാണ് നമ്മുടെ ജിമ്മി ജോർജ് സ്റ്റേഡിയം. ഇവിടെയാണ് നമ്മൾ ബാഡ്മിന്റൺ, ജൂഡോ, ബോക്സിംഗ് എല്ലാം. ഇപ്പുറത്തെ സൈഡ് കാണിക്കുന്നത് ഇവിടെ പുതിയ എന്തോ പണിയുണ്ട് ഇവര്. ഈ സൈഡൊക്കെ ഫുള്ള് കാട് പിടിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ ഇത് ഇവരിപ്പോ എന്തോ പണിയുണ്ട്. അതുപോലെ തന്നെ ആ കാണുന്നത് ഹാൻഡ്ബോൾ കോർട്ടാണ്. വലിയ കോർട്ടായിട്ടാണ് അത് സെറ്റ് ചെയ്തത്. ലാസ്റ്റ് ഞങ്ങളുടെ ലാസ്റ്റ് ഇയറിൽ ഈ കോർട്ട് സെറ്റ് ആക്കിയതാണ്. അതിന് മുന്നേ ഇതും കാട് പിടിച്ചെടുക്കായിരുന്നു. പക്ഷെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. And here comes our swimming pool on our right side. Ladies and gentlemen, please have a look on our swimming pool. Yes. വിഷ്ണു ഉണ്ട് ഇവിടെ? ഇതില് ഹോസ്റ്റലില്ലേ അപ്പുറത്ത് അവിടെ അവൻ അവിടെ ഉണ്ട് ഇപ്പൊ ഇൻചാർജ്. ഇത് കഴിഞ്ഞത് 10 മണി വരെ ഉള്ളൂ. ഇൻചാർജ് ഇന്റർനാഷണൽ അതില് എങ്ങനെ പോകുന്നത്? ഇവരെന്നല്ലേ ഇത് തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയ ഹോസ്റ്റൽ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഹോസ്റ്റൽ എൻട്രി എങ്ങനെയാണെന്നുള്ളത് ഹോസ്റ്റൽ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വരാം. വേണമെങ്കിൽ അബിക്കൊന്ന് പോസ്റ്റ് ചെയ്യാൻ തോന്നണം. പുതിയ ഹോസ്റ്റല് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മുഹമ്മദ് കോയ ഹോസ്റ്റലല്ല, ഗ്രൗണ്ട് പറയുമ്പോൾ CH മുഹമ്മദ് കോയ സ്റ്റേഡിയമാണിത്. ഇറക്കുന്ന പറഞ്ഞ് വളർത്താൻ പറ്റിയില്ലെങ്കിലാണ്. ഇതാ ഗൈസ്, നിങ്ങൾ കാണുവേൻ, കഞ്ചിമാരെ കാണുവേൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അമ്മാനെ മാണ്ടിയ വിഷ്ണു ആണ്. ഇത് വിഷ്ണു ഞങ്ങൾ പണ്ട് ഒരു ആങ്കറിംഗ് പാർട്ട്ണർ ആയിരുന്നു. പുറത്തിറങ്ങിയിട്ടാണ് ഗൈസ്. അപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി യൂണിവേഴ്സിറ്റി രാജാവാണ് വിഷ്ണു സാർ. പറയൂ, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? പറ, എന്താണ് ചെയ്യുന്നത്? വ്ലോഗാണ്. പറ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗോൾഡൻ ജൂബിലി അക്വാട്ടിക് കോംപ്ലക്സ് സ്വിമ്മിംഗ് പൂളിൽ മാനേജറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. ഡിസംബർ 1 മുതൽ ഇവിടെ കഴിഞ്ഞ 6 മാസമായിട്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഇന്റർനാഷണൽ സ്പോർട്സ് അസോസിയേഷൻ ഫോർ മെൻ ഇതിന്റെ ചാർജ് കൂടി ഇരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഞാൻ വായിച്ചിട്ട് അക്കൗണ്ട് നമ്പർ അയച്ചിട്ടേക്കാം. നമ്മുടെ കേരളത്തിലൊരു കേരള സൂപ്പർ ലീഗ് വരുന്നുണ്ട്, KSL. കേരള സൂപ്പർ ലീഗിന്റെ ഭാഗമായിട്ട് 6 ടീം: കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ട്രിവാൻഡ്രം. ഒരു കേരള ഒരു മിനി ISL പോലെ ഒരു ചാമ്പ്യൻഷിപ്പ് വരിക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മലപ്പുറം FC അവരുടെ അക്കോമഡേഷൻ ഫുള്ള് നമ്മുടെ ഈ ഹോസ്റ്റലിനകത്താണ്. ഇല്ല എടാ, നീ അതിന്റെ ഇടയിൽ ഇതിൽ കൂടി പ്രൊമോഷൻ നടത്തുവാണോ? ഇത് കൂടി കുഴപ്പമില്ല, നമ്മുടെ വിഷ്ണു അല്ലേ? ഈ പറഞ്ഞോ. മലപ്പുറം FC ഭാഗമായിട്ട് നമ്മുടെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ISL കളിച്ച പ്ലേയേഴ്സ് ഉണ്ട്, ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഉണ്ട്. അനസ് ഉണ്ട്, ഫസൽ റഹ്മാൻ ഉണ്ട്, അനസ് ഉണ്ട്, ഗുർജിന്ദർ ഉണ്ട്, പിന്നെ 2 സ്പെയിൻകാരുണ്ട്, 2 പോർച്ചുഗലുകാരുണ്ട്, 1 ബ്രസീലുകാരുണ്ട്. അപ്പൊ ഇവർക്ക് നമ്മൾ ഈ ഹോസ്റ്റൽ വിട്ടുകൊടുത്തു. മലപ്പുറം FCക്ക് താമസിക്കുന്നു. നമ്മുടെ എല്ലാ 17 റൂമും നമ്മൾ റിനോവേറ്റ് ചെയ്തു. AC വെച്ചു, ഹീറ്റർ വെച്ചു, കർട്ടൻ വെച്ചു, ബെഡ് വെച്ചു. വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് വന്നു. അപ്പോൾ ക്ലബ്ബ് ഇപ്പോൾ നിലവിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സിന്തറ്റിക് ട്രാക്കാണ് അവരുടെ ട്രെയിനിങ് ഗ്രൗണ്ട്. അതിന്റെ ഭാഗത്ത് അക്കോമഡേഷൻ ഇവിടെയാണ്. നമ്മുടെ ചീഫ് കോച്ച് എന്ന് പറഞ്ഞാൽ ജോൺ ചാൾസ് ക്രിക്കറി, ISL ചെന്നൈ എഫ്സിയൊക്കെ പഠിപ്പിച്ച കോച്ചാണ്. ISL ചെന്നൈ എഫ്സിയുടെ ടെക്നിക്കൽ ഡയറക്ടർ KFS എടാ മതി, നിർത്തോ നീ കാര്യത്തിൽ. ഓക്കെ ഗൈസ്, ഇനി പിന്നെ കാണാം. അതാ മൈക്ക് കൊടുത്തതിനാ ഇതാണ് അവസ്ഥ. അപ്പൊ ഞങ്ങളിന് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞിട്ട് പിരിയാം.
അപ്പോൾ യൂണിവേഴ്സിറ്റി ബൈ ബൈ, നമുക്ക് വേറൊരു ദിവസം കാണാം. യെസ്, നമ്മൾ പോവല്ലേ? ഇത് നമ്മുടെ പിള്ളേരാണ്, MP യുടെ പിള്ളേരാണ്. എല്ലാവരും പാക്ക് ചെയ്തു, റെഡി. ചെൽസിയ പോവല്ലേ നമ്മൾ? ഇനി എപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റിക്ക്? എപ്പോഴെങ്കിലും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി വ്ളോഗ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ബൈ ബൈ ഗൈസ്. ഞങ്ങളപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങാണ്. നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ്. ഇപ്പോൾ വണ്ടിയിലെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ ചെൽസിയും അബി മാത്രമേ ഉള്ളൂ. അബീനെ ഇപ്പോൾ ഇറക്കി വിടും, അബീനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടും. ഞാനും ചെൽസിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എന്താ, ശരിക്കും നല്ല സങ്കടമുണ്ട്. വന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ആ എക്സൈറ്റ്മെൻറ്റും പോയി, സന്തോഷം പോയി, സങ്കടമായില്ലേ പോകാൻ പോകുന്നതിൻ്റെ ഒരു ഇത് ഭയങ്കര മിസ്സിംഗ് ആണ്. പക്ഷേ സാരമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാലോ ഇല്ലേ? നിങ്ങളൊന്ന് ഉഷാറാക്കി എന്നാലേ ഞാൻ ഉഷാറുള്ളൂ. ഉഷാറാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളപ്പോൾ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇനി അടുത്ത വ്ളോഗുമായിട്ട് അടുത്ത ദിവസം വരെ എനർജി വരാല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗുമായിട്ട് അടുത്ത ദിവസം കാണുന്നത്. ബൈ ബൈ ബൈ.